വേശ്യയുടെ ചാരിത്ര പ്രസംഗമെന്ന് കേട്ടിട്ടേ ഉള്ളൂ. പി.സി. ജോർജ് ഇന്നലെ മാതൃഭൂമി ടീമുമായി നടത്തിയ അഭിമുഖം കണ്ടപ്പോഴാണ് അത് എന്താണെന്ന് മനസ്സിലായത്. എന്താ ഒരു കുന്തളിപ്പ്! കൂടെ ഇരിക്കുന്നത് ഒരു സ്ത്രീയാണെന്ന ബഹുമാനം പോലും കൊടുക്കാതെയാണ് ഇയാളുടെ സംസാരം. അയാളും മോനും എന്തോ വലിയ സംഭവങ്ങളാണെന്നാണ് അയാളുടെ ചിന്ത. താൻ ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയിച്ചവനാണ് എന്നാണ് അവകാശപ്പെടുന്നത്. അയാൾ എവിടെയാ ഒറ്റയ്ക്ക് മത്സരിച്ചത്? എവിടെയാണ് ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിച്ചത്? മത്സരിച്ചത് ഒറ്റയ്ക്കാണെങ്കിൽ സുഡാപ്പിയുടെ പിന്തുണ ഇല്ലായിരുന്നു. വെറുതെ വിടുവായി അടിച്ചിട്ട് ഒരു കാര്യവുമില്ല. ആദ്യമായി കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇയാളും മകനും ജയിക്കാൻ പോകുന്നില്ലെന്ന നഗ്ന സത്യമാണ്. 20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഇയാൾ ജയിക്കുമത്രേ. പൂഞ്ഞാറിലെ ജനങ്ങൾ അത്ര പൊട്ടന്മാരാണ്. കണക്കൊക്കെ കേമമ്മ. അയാൾക്ക് കിട്ടിയ 48,000 വോട്ടും BJPക്ക് കിട്ടിയ 20,000 വോട്ടും അത് രണ്ടും കൂടെ കൂടി ചേരുമ്പോൾ 68,000 വോട്ട് ഉണ്ടാവും. ഒന്നും കൂട്ടിയാൽ രണ്ടായതുകൊണ്ട് കണക്ക് ശരിയാണ്. പക്ഷേ ഏട്ടിലെ പശു പുല്ല് തിന്നുകയില്ലെന്ന യാഥാർത്ഥ്യം പി.സി. ജോർജ് ഇനിയെങ്കിലും തിരിച്ചറിയണം. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു 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 വൃത്തികെട്ട ഭരണാധികാരി എത്ര കേസാണ് എന്റെ വരെ എടുത്തത്? 13 കേസിൽ പ്രതിയാണ്. ബലാത്സംഗ കേസിലെ പ്രതിയാണെന്ന് പ്രഖ്യാപിച്ചത് നന്നായി. ഇര ആരാണെന്ന് കൂടി ഒന്ന് വെളിപ്പെടുത്തണേ. അതിനി പിണറായി വിജയനെ കാണണോ? പിണറായി വിജയൻ മാന്യനായതുകൊണ്ട് 18 കേസ് മാത്രമേ ചാർജ് ചെയ്തുള്ളൂ. അപ്പനും മകനും കൂടി BJPയുടെ കുറെ പൈസ അടിച്ചു മാറ്റാനും ഈ പേരിൽ കുറെ പിരിവ് നടത്താനുള്ള നീക്കമാണ് ഈ സ്ഥാനാർത്ഥിത്വം. ആ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. വിജയം ഈ അടുത്തെങ്ങും എത്തത്തില്ലെന്നുള്ള കാര്യം ഇവർക്ക് രണ്ടുപേർക്ക് നന്നായി അറിയാം. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇവരുടെ കാണപ്പെട്ട ദൈവമായ രാജീവ് ചന്ദ്രശേഖർ പോലും ഇവരുടെ ഉപദ്രവം മൂലം BJPയുടെ ഈറ്റില്ലമായ നേമത്ത് തോൽവി നേരിടുമ്പോഴാ ബദ്ധവൈരികളായ മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ ഇയാൾ ചുമ്മാ അങ്ങ് ജയിച്ചു പോകുമെന്നുള്ള ഗീർവാണമടി. UDFന്റെ സഹായത്താൽ ജയിക്കാമെന്നാണ് ഇയാൾ കണക്കൂട്ടിയിരിക്കുന്നത്. അതിന്റെ മുന്നോടിയായിട്ടാണ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ 27 വാർഡിൽ 5 വാർഡിൽ മാത്രം സ്ഥാനാർത്ഥികളെ നിർത്തി BJPയെ പരിഹാസ്യരാക്കിയത്. 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJP അവിടെ 17 സ്ഥാനാർത്ഥികളെ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ മത്സരിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഈരാറ്റുപേട്ടയുടെ തെരഞ്ഞെടുപ്പ് ചുമതല ഉണ്ടായിരുന്ന ഇയാളും മോനും കൂടി അത് കേവലം 5 വാർഡുകളിലേക്ക് മാത്രമായി ചുരുക്കി. BJP ആവശ്യപ്പെട്ടിരുന്നത് 20 വാർഡിലെങ്കിലും കുറഞ്ഞത് മത്സരിക്കണമെന്നായിരുന്നു. അത് അവന്മാർ കേട്ട പാവം പോലും നടിച്ചില്ല. ഇപ്പൊ മനസ്സിലായല്ലോ ഇവന്മാർ BJPയെ നന്നാക്കാനല്ല നടക്കുന്നതെന്ന്. എന്നിട്ട് UDFന്റെ സഹായത്തോടെ ജയിക്കാൻ വേണ്ടി ദുർബലനായ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പൂഞ്ഞാറിൽ അവർ നിയോഗിച്ചിട്ടുണ്ട്. ഇത് അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പി.സി. ജോർജ് ഇതുപോലൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. പൂഞ്ഞാറിൽ താമര വിരിയുമെന്ന്. എന്നതാ വിരിഞ്ഞതവിടെ? വീമ്പടിക്കുന്നതിന് GST ഇല്ലാത്തത് കൊണ്ട് ഇയാൾക്ക് എന്തും പറയാം. നാവിനൊരു കരവും കൊടുക്കണ്ട. അപ്പനേക്കാൾ വീമ്പടി മകനാണ്. മകന്റെ ഒരു വീമ്പടി കേട്ടോ. പി.സി. ജോർജ് BJPയിൽ ചേർന്നതിന്റെ ഗുണം 10 ദിവസത്തിനകം ഉണ്ടാവുമെന്ന്. റബ്ബറിന്റെ വില 250 രൂപ ആക്കുമത്രേ. പി.സി. ജോർജ് BJPയിലെത്തിന്റെ കൂടെ 10 ദിവസത്തിനകം അവർ കാർഷിക മേഖല ഉണ്ടായിരിക്കും. കുറെ ദിവസം കഴിഞ്ഞപ്പോൾ ഈ മകൻ തന്നെ ചോദിക്കുക, ആരാ അങ്ങനെ പറഞ്ഞതെന്ന്? 250 രൂപ തരുമെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ലെന്ന്. പറഞ്ഞത് മാറ്റി പറയുന്നതിന് ആർക്കെങ്കിലും ഡോക്ടറേറ്റ് കിട്ടുമെങ്കിൽ അത് ആ അപ്പനും മകനും തന്നെ കൊടുക്കണം. ഏതായാലും അപ്പനും മകനും കൂടി BJPയുടെ മൊത്തം ഭരണം ഏറ്റെടുത്തതോടുകൂടി പാലായിൽ അല്ലെങ്കിൽ കോട്ടയത്ത് അവർക്കുണ്ടായിരുന്ന മുത്തേലി പഞ്ചായത്തിലെ ഭരണം കൂടി കേരള കോൺഗ്രസിന് തിരികെ കൊടുത്തു. എന്നിട്ടാ ഈ വീമ്പ് പറയുന്നത് ഞങ്ങൾ പാല പിടിക്കുമെന്ന്. പാല പിടിക്കും, എഴുതി പിടിച്ചാൽ മതി. സ്വപ്നം കാണുന്നതിനും GST ഇല്ലാത്തത് കൊണ്ട് എന്ത് സ്വപ്നം വേണേലും കാണാം. മാതൃഭൂമിയിലെ അഭിലാഷിനോട് ഒന്നേ പറയാനുള്ളൂ, ഇതുപോലെയുള്ളവന്മാർക്കൊന്നും ജനങ്ങളുടെ മുന്നിൽ വീമ്പിളക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. അതുകൊണ്ടൊന്നും തത്ത കാട് ഒത്തത്തില്ല. മുസ്ലിം തീവ്രവാദികളുമായി ഇയാൾക്ക് അഭേദ്യമായ ബന്ധം ഇപ്പോഴുമുണ്ട്, പണ്ടത്തെ പോലെ. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു മുസ്ലിം മതവിശ്വാസി പോലും ഇല്ലാത്ത പാലായിൽ ആക്രമിക്ക കച്ചവടമെന്ന് പറഞ്ഞ ഒരു തട്ടിക്കൂട്ട് പരിപാടി തുടങ്ങി അത് മുസ്ലിം പള്ളിയായി മാറ്റിയത്. പണ്ട് പാലായിലെ കല്ലറങ്ങാണ്ട് പിതാവിനെ ആക്രമിക്കുവാനായി ഈരാറ്റുപേട്ടയിൽ നിന്ന് ചാടിപ്പുറപ്പെട്ട മുസ്ലിം തീവ്രവാദികളുടെ പിന്നിലും ഇയാളുടെ കരങ്ങളായിരുന്നുവെന്ന് ആക്ഷേപിക്കുന്നവരുണ്ട്. ഒരു മുസ്ലിം ദേവാലയം വന്നു എന്ന് കരുതി ആർക്കും ഒരു നഷ്ടവുമില്ല, പ്രത്യേകിച്ച് പാലക്കാർക്ക്. അതിന് പി.സി. ജോർജിനെ പോലെയുള്ള ഒരാൾ വളഞ്ഞ വഴി സ്വീകരിച്ചതിലാണ് ജനങ്ങളുടെ എതിർപ്പ്. ജില്ലാ പഞ്ചായത്തിലെ മകന്റെ പെർഫോമൻസ് എല്ലാവർക്കും അറിയാം. അനുവദിച്ച തുകയുടെ 63% ഉപയോഗിക്കാതെ ലാപ്സാക്കി കളഞ്ഞവനാണ്. അവനല്ലേ ഇനി പാലായി വികസിപ്പിക്കാൻ പോകുന്നത്. കാപ്പന് നിയമസഭയിലെ 50% താഴെയാണ് ഹാജരുള്ളതെന്ന് പറഞ്ഞ് പരത്തിയ ജോർജിന്റെ മകന് ജില്ലാ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നത് എത്രയാ? കേവലം 35% ഹാജരാ. അത് അപ്പനെന്ന നിലയിൽ ജോർജ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇനി നാളെ അറിഞ്ഞില്ലെന്ന് പറയരുത്. ജോർജിന്റെ പൂഞ്ഞാർ മണ്ഡലത്തിൽ നിന്ന് പാലായിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട പഞ്ചായത്തുകളിൽ നിന്നാണ് ജോർജിന്റെ മകൻ ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ച് ജയിച്ചത്.
BJP-യിലേക്ക് ചേർന്ന് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവിടെ ഒരാളെ നിർത്തി ജയിപ്പിക്കാൻ ഇവർക്ക് സാധിച്ചോ? എന്നിട്ടാണ് ഈ വീമ്പ് പറച്ചിൽ. എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ആണ്ടി പറയും ആണ്ടി വലിയ അടിക്കാരനാണെന്ന്. ജോർജിനോട് ഒരു കാര്യം പറയാം, പൂഞ്ഞാറിൽ സെബാസ്റ്റ്യൻ കളത്തുങ്കൽ തന്നെ ജയിക്കും. പാലായിൽ ഒരു സംശയം വേണ്ട, ജോസ് കെ മാണി തന്നെ നിങ്ങൾ പറഞ്ഞ 20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചിരിക്കും. ഏതായാലും അപ്പനും മകനും കൂടി നിയമസഭയിൽ ഉണ്ടാകുമെന്നത് ജോർജ് പറഞ്ഞത് ശരിയാ. ഗ്യാലറിയിൽ കസേര ഇപ്പോഴേ ബുക്ക് ചെയ്തു. ഇങ്ങനെ വീമ്പിളക്കിക്കൊണ്ടിരുന്നാൽ മാത്രമേ BJP-യുടെ കേന്ദ്ര ഫണ്ടിൽ നിന്നും കാശിറങ്ങൂ. നാട്ടിലെ പരിചയക്കാരെ മുഴുവൻ തോർത്തുകൂട്ടി പിഴിയാനും ഇതൊരവസരമാണ്.